നമ്മൾ അവനെ ഇഷ്ടംപോലെ ഹെൽപ്പ് ചെയ്തതാണ്. തിരിച്ച് ഒരു നന്ദിയില്ല. ഇതൊക്കെ ഉള്ളവരാണ് എല്ലാ മേഖലയിലും, സിനിമാ മേഖലയിലോ അല്ലാതെ ഏതെങ്കിലും മേഖലയിൽ വളർന്നു വലുതായിട്ടുള്ള ബിസിനസ് രംഗത്തോ ഏത് മേഖലയിലും വളർന്നു വലുതായിട്ടുള്ളവർക്ക് ഒരു കാലത്ത് മുഴുവൻ ഔട്ടായതാണ്. കംപ്ലീറ്റ് ആയിട്ട് അവർ സ്ട്രോങ് ആയിരുന്ന സമയത്ത് അവർ ബാക്കിയുള്ള അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പല ആൾക്കാരെ അവർ കെയർ ചെയ്തിരുന്നതുകൊണ്ടും അവർ ഹെൽപ്പ് ചെയ്തിരുന്നതുകൊണ്ടും നാളെ ഇവർ വീക്കായിരുന്ന സമയത്ത് വേറെ ആൾക്കാർ. ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്ന ടോപ്പിക്ക് നമ്മൾ പല ആൾക്കാരും പറഞ്ഞു കേൾക്കാറുള്ളൊരു കാര്യമാണ്. നമ്മൾ അവനെ ഇഷ്ടംപോലെ ഹെൽപ്പ് ചെയ്തതാണ്. തിരിച്ച് ഒരു നന്ദിയില്ല. അല്ല, പല സിറ്റുവേഷനിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല സാഹചര്യങ്ങളും പല ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടാവാം. ആ സഹായിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ച് നമ്മുടെ ഒരു ആവശ്യം വന്നപ്പോൾ ഹെൽപ്പ് ചെയ്തില്ല, അല്ലെ അവനൊരു നന്ദിയില്ല. ഇങ്ങനെ ധാരാളം പേര്. അതുകൊണ്ട് ഞാൻ ഇനി നിർത്തി. ആരെ ഹെൽപ്പ് ചെയ്യുന്ന പരിപാടിയില്ല. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഞാൻ മാത്രമല്ല, നിങ്ങളും എല്ലാവരും സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും ഒറ്റ എണ്ണത്തിന് നന്ദിയില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് നമ്മളിനി ആരെ ഹെൽപ്പ് ചെയ്യാതെ ജീവിക്കണം എന്നുള്ള ഫിലോസഫിയായിട്ട് ജീവിക്കുന്ന, അല്ലെ മറ്റുള്ള ആൾക്കാരോട് അത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ധാരാളം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഏതെങ്കിലും മേഖലയിൽ വളർന്ന് വലുതായിട്ടുള്ള മുഴുവൻ ആൾക്കാരും അവർക്ക് ഇതുപോലെ എത്രയോ പേര് അവരോട് തിരിച്ച് നന്ദി കേടും ഇതൊക്കെ കാണിച്ചിട്ടുണ്ടാവും. എത്രയോ പേർക്ക് അവർ ഉപകാരം ചെയ്തിട്ടുണ്ടാവും. എത്രയോ ആൾക്കാർ അവരെ അതിനുശേഷം തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഉള്ളവരാണ് എല്ലാ മേഖലയിലും, സിനിമാ മേഖലയിലോ അല്ലാതെ ഏതെങ്കിലും മേഖലയിൽ വളർന്നു വലുതായിട്ടുള്ള ബിസിനസ് രംഗത്തോ ഏത് മേഖലയിലും വളർന്നു വലുതായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതുപോലത്തെ സ്റ്റോറികളുണ്ടാവും. പക്ഷേ അവരാരും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് കേട്ടിട്ടില്ല. കാരണം എന്താണ്? അതുകൊണ്ടാണ് അവർ ആ ലെവലിൽ എത്തുന്നത്. കാരണം ഇതിൻ്റെ ഒരു ഫിലോസഫി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു അവസരമായിട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ എടുക്കേണ്ടത്. ഹെൽപ്പ് ചെയ്യാൻ ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് നമ്മളുടനെ പൈസ എന്ന് മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ പല ആൾക്കാർക്കും പല സാഹചര്യങ്ങളിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു തളർന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു ധൈര്യം കൊടുക്കാൻ പറ്റിയാൽ തന്നെ അതൊരു വലിയൊരു ഹെൽപ്പ്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ചിലപ്പം നമ്മളുടെ ഒരു വാക്കോ നമ്മളുടെ ഒരു നോട്ടോ നമ്മളൊരു ഇടപെടലിലോ ചിലപ്പം ഹെൽപ്പ് ചെയ്യും. അതും തീർച്ചയായിട്ടും ഹെൽപ്പ് തന്നെയാണ്. അപ്പം ഏതെങ്കിലും സാധ്യതയുള്ള ഏരിയയിലൊക്കെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, അത് ഹെൽപ്പ് ചെയ്യാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം നാളെ ഈ സിറ്റുവേഷനിൽ ഏതെങ്കിലും വേറൊരു സാഹചര്യത്തിൽ നമുക്ക് വീക്കാകുന്ന സമയം വരും. ആ വീക്കാകുന്ന സമയത്ത് ആരെങ്കിലും, ഒരുപക്ഷെ നമ്മൾ ഹെൽപ്പ് ചെയ്തവരൊന്നും ആയിരിക്കണമെന്നില്ല, നമ്മൾ ഇതുപോലെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നാളെ അവരുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റാരെങ്കിലും തീർച്ചയായിട്ടും അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വരും എന്നുള്ളതാണ്. എല്ലാവരുടെ സ്റ്റോറി നമ്മൾ ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾക്കറിയാവുന്ന അമിതാഭ് ബച്ചൻ ഒരു കാലത്ത് മുഴുവൻ ഔട്ടായതാണ്. കംപ്ലീറ്റ് ഔട്ടായിട്ട് ബാങ്ക്രപ്റ്റായ ഒരവസ്ഥയിൽ ഒരു സിനിമയില്ല, ഒന്നുമില്ല. ജോലി അന്വേഷിച്ച് പോയിട്ടുള്ള ഒരു ഫിലിം പ്രൊഡ്യൂസറുടെ അടുത്ത്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു ഫിലിം പ്രൊഡ്യൂസറുടെ അടുത്ത് ജോലി അന്വേഷിച്ച് ചെന്നിട്ടുള്ളതാണ്. ആ ലെവലിൽ നിന്നാണ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് അദ്ദേഹം തിരിച്ച് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്ത് തിരിച്ചു വരുന്നത്. ഇതുപോലെ എത്രയോ ആൾക്കാർ മലയാള സിനിമയെ നോക്കിക്കഴിഞ്ഞാലും പല ആൾക്കാർ ഒരു സ്റ്റേജിൽ അവർ ഫീൽഡിൽ നിന്ന് ഔട്ടായതാണ്. ഇന്ന് സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്നവരൊക്കെ ഒരു കാലത്ത് ഇടയ്ക്ക് വെച്ച് കംപ്ലീറ്റായിട്ട് ആ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടായതാണ്. പക്ഷേ അവർ സ്ട്രോങ് ആയിരുന്ന സമയത്ത് അവർ ബാക്കിയുള്ള അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പല ആൾക്കാരെ അവർ കെയർ ചെയ്തിരുന്നതുകൊണ്ടും അവർ ഹെൽപ്പ് ചെയ്തിരുന്നതുകൊണ്ടും നാളെ ഇവർ വീക്കായിരുന്ന സമയത്ത് വേറെ ആൾക്കാർ, ഒരുപക്ഷെ ഇവർ ഹെൽപ്പ് ചെയ്തിട്ട് പോലും ഇല്ലാത്ത വേറെ ആൾക്കാർ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എഫേർട്ട് എടുക്കുകയും കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ എല്ലാവരും ഏത് രംഗത്ത് നിൽക്കുന്ന, ബിസിനസ് രംഗത്താണേലും പൊതുപ്രവർത്തന രംഗത്താണേലും ഏത് രംഗത്താണേലും കാണാൻ പറ്റും. അവരാരും നമ്മൾ സഹായിച്ചവരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ ആയിട്ട് കണ്ടിട്ടില്ല ഇന്നുവരെ. നോർമൽ ആൾക്കാരാണ് സാധാരണ, ഞാനവനെ എന്തുമാത്രം ഹെൽപ്പ് ചെയ്താണ്, തിരിച്ചൊന്നും ചെയ്യുന്നില്ല, നന്ദിയില്ല, ഞാനിത് നിർത്തി, ഇനി ആർക്കും സഹായിക്കാല്ല. ഇതുപോലത്തെ ഡയലോഗുകളൊക്കെ എപ്പോഴും കേൾക്കുന്നത് സാധാരണ ആൾക്കാരുടെ ഇടയിലാണ്. പക്ഷേ ഈ വളർന്ന ഒരാൾ പോലും അങ്ങനത്തെ ഒരു സെൻറ്റൻസ് പറഞ്ഞു കേൾക്കാറില്ല. കാരണം അവരെ ആരും പറ്റിക്കാത്തതുകൊണ്ടോ അവരുടെ അടുത്ത് ആരും നന്ദികേട് കാണിക്കാത്തതുകൊണ്ടല്ല. പക്ഷേ അവർക്ക് ഇതിൻ്റെ ഫിലോസഫി അറിയാവുന്നതുകൊണ്ടാണ്. കാരണം ഇത് മുഴുവൻ അക്യുമുലേറ്റ് ചെയ്ത് അതിൻ്റെ 10 മടങ്ങായിട്ട് 100 ഇരട്ടിയായിട്ട് 1000 ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് ഫിലോസഫി. പല ആൾക്കാരും ഇതോടെ ഞാൻ നിർത്തി എന്ന് പറയുന്നവരെ സംബന്ധിച്ച് അത് തീർച്ചയായിട്ടും ഒരു കാരണവശാലും അത് അവർക്ക് ലോങ് ടൈം നെഗറ്റീവ് റിസൾട്ടുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർ കൂടുതൽ അപ്സെറ്റായിരിക്കും, അവർ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ഉള്ള ആൾക്കാരുടെ അവർ നടന്നു പോകത്തേ ഉള്ളൂ. അതേ സ്ഥാനത്ത് തിരിച്ചാണെന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് 10 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ 8 പേരും നമുക്ക് ചിലപ്പോൾ നന്ദികേട് കാണിക്കുന്നവരും പറ്റിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ബാക്കി നമ്മളെ എംപവർ ചെയ്യാനായിട്ട് വേറെ ആരെങ്കിലും വന്ന് നമ്മളോട് അടുക്കുകയും അവരിലൂടെ നമ്മൾ സ്ട്രോങ് ആകുകയും നാളെ ചെയ്യും. എല്ലാ ആൾക്കാരെയും വളരെ വലിയ ഹയർ ലെവലിൽ പോയിട്ടുള്ള
ഏതൊരാളെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ജീവിതം ഇങ്ങനെ തന്നെയായിരിക്കും വളർന്നിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഏതെങ്കിലും സമയത്ത് അവർ പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെടുകയും അവിടെ നിന്ന് കരകയറാനായിട്ട് തീർച്ചയായിട്ടും മറ്റാരെങ്കിലും അവരെ കൈപിടിച്ച് ഉയർത്തി ആണ് രണ്ടാമത് ആ പൊസിഷനിൽ വന്നിരിക്കുന്നത്. ആ സാധ്യത ഉണ്ടാവണമെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത്, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യുന്നവരാണ് ജീവിതത്തിൽ തിരിച്ച് വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.